ഇത് എവിടുന്ന ഇതൊക്കെ വലിച്ചു കയറ്റുന്നേ? പൊന്നു പറഞ്ഞ രഞ്ജി, വിശക്കുന്ന് എനിക്ക് റേഷനരി വാങ്ങിച്ചതാന്ന് പറഞ്ഞ ഒരു മനുഷ്യ വാങ്ങിച്ചു തരില്ല. 2 പേക്ക് വേണം ചോദിച്ചാൽ ആര് വേണമെങ്കിലും വാങ്ങിച്ചു തരും. അതായില്ലോ. അതിരിക്കട്ടെ, ഞാൻ പറഞ്ഞ ജോലിക്കാരി എന്തായി? ജോലിക്കാരിയാ? അത് കൊള്ളാം. ഒരല് പോയി മദ്ദളത്തിനോട് ചോദിച്ച കഥയായി. എനിക്ക് ജോലിയില്ല, പിന്നെ നിനക്ക് ഞാൻ ജോലി വാങ്ങിച്ചു തരുന്നത്. ചേട്ടനൊന്ന് ആലോചിക്കേ, ഞാൻ നാളെ വരാം. നാളെ വരട്ടണ്ട, നാളെ ഞാൻ ടൂറിലായിരുന്നു. എവിടേക്ക്? നാളെ SIയുടെ ഏത്തക്കൊല പോക്കിട്ട് ഇത്തിരി കാര്യമുണ്ട്. എന്തിനാ ഈ SIയുടെ വീട്ടിലേക്ക് കയറി വൃത്തിയായിട്ട പണി? എന്ത് വൃത്തിയായിട്ട പണി? എന്ത് SI? സ്വന്തം ഏത്തക്കൊല സൂക്ഷിക്കാൻ കഴിയില്ലാത്ത SI അവിടെ നാട് സൂക്ഷിക്കുന്നത്? ഒരു 100 രൂപ ഉണ്ടാവുക നാളെ അഡ്ജസ്റ്റ് ചെയ്യും. എന്റെ കയ്യിൽ എവിടുന്ന കാശ്? അപ്പൊ SIയുടെ ഏത്തക്കൊലക്ക് ആയുസ് അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ വരട്ടെ. ചേട്ടാ, ഈ മനുഷ്യന്റെ കാര്യം. എന്റെ പൊന്നമണി, നീ ഒന്ന് ക്ഷമിക്കേ. ഇന്നലെ അങ്ങനെ പറ്റിപ്പോയി. ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ ദൈവം തമ്പുരാൻ വന്ന് വിളിച്ചാൽ പോലും ഞാൻ ഉണരത്തില്ല. അതാ എന്റെ സ്വഭാവം. അത് നിനക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാ. എന്നോട് മിണ്ടണ്ട. ഞാന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി ഇവിടെ കാത്തിരിക്കുകയായിരുന്നു. എന്താ കാര്യം? മോൻ പ്രേമിച്ചല്ലേ കെട്ടിയത്? അതെ. എനിക്ക് ഈ പ്രേമത്തിന്റെ കുറെ ട്രിക്കുകൾ പറഞ്ഞു തരണം. ഈ വയസ്സാം കാലത്ത് അതിന്റെ വല്ല ആവശ്യമുണ്ടോ ചേട്ടാ? വയസ്സാം കാലം എനിക്കോ? ഇങ്ങോട്ട് നോക്കിയേ. പ്രേമിക്കാൻ ഒരൊറ്റ ട്രിക്കേ ഉള്ളൂ. പറ പറ. ഇലാമ പഴത്തിന്റെ കുരു പുലിപ്പാലിൽ ചേർത്തരച്ച് പ്രേമിക്കുന്ന പെണ്ണിന് 10 ദിവസം വെറും വയറ്റി കൊടുക്കണം. ഏത് പെണ്ണും വീഴും. അതെ, ഈ പൂച്ചപ്പല. അയ്യോ പറ്റില്ല, പുലിപ്പാല് തന്നെ വേണം. ഇലാമാപ്പഴത്തിന്റെ കുരു പുലിപ്പാല് ചേർത്ത് പുലിപ്പാലെടുക്കാൻ ഞാനാര് ശബരിമല അയ്യപ്പനോ? കേട്ടോ ദീപ്സേ, ഒറ്റയ്ക്ക് താമസിച്ചു അടുത്തപ്പോ ഞാൻ ഇവളെയും കൂട്ടിക്കൊണ്ട് പോന്നു. ഇത് ഞാൻ ഇന്നേ കാണൂ ഈ സ്നേഹവും കാര്യമൊക്കെ. നാളെ മുതൽ വഴക്ക് തുടങ്ങും. ഇടയ്ക്കൊക്കെ ഒന്ന് വഴക്കിട്ടില്ലെങ്കിൽ ജീവിതത്തിൽ എന്താ ഒരു രസം? അങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുക്കടോ. ഇവിടെയുള്ള 2 കാര്യം ഞാൻ പറഞ്ഞില്ലേ? ഏത് നേരവും കെട്ടിപ്പിടിച്ച നടപ്പ്, പക്ഷെ കണ്ണ് തെറ്റിയ വഴക്കിടും. ഓഹോ, കുടിച്ചോണ്ടിരിക്കയല്ലേ? ഇവിടെ വാ, കാണിച്ചു തരാം. കൊച്ചിയിലെ കോടീശ്വരനായ കോൺട്രാക്ടർ ചന്ദ്രശേഖര മേനോന്റെ ഏക പുത്രൻ രഞ്ജിത്ത് മേനോൻ ഈ ഞാൻ. എനിക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഏതിന്റെ? ഈ പേട്ട് പെണ്ണിന്റെ പിന്നാലെ നടക്കാനേ ഉണ്ടോ? ഇല്ല. എന്നിട്ടും നടന്നു. എന്തിനാ? സ്നേഹം. എന്തിനാ? സ്നേഹം. അതുകൊണ്ടാ. പക്ഷേ അവൾക്ക് അതുണ്ടോ? ഇല്ലേ? ഇല്ല. എത്ര പെൺപിള്ളേർ എന്റെ പിന്നാലെയും ഞാൻ എത്ര പെൺപിള്ളേരുടെ പിന്നാലെയും നടന്നിട്ടുണ്ടെന്ന് അറിയോ? ജെയിംസേട്ടനൊരു കാര്യം അറിയോ? എനിക്ക് ഒരു പെണ്ണിനെ വളയ്ക്കാൻ 10 മിനിറ്റ് മതി. വെറും 10 മിനിറ്റ്. ഇവളെ വെറും 1.5 മിനിറ്റ് കൊണ്ടാ വളച്ചത്. രഞ്ജി വയ്ക്കോ, ഇനി കുടിക്കണ്ട. ശരിയാ, കുടിച്ചു കഴിഞ്ഞാ ഒന്നും മനസ്സിൽ നിൽക്കത്തില്ല. ചിലപ്പോ ഞാൻ എല്ലാം വിളിച്ച് പറഞ്ഞു പോകും. കൊച്ചു ചെറുക്കൻ അടിച്ച അടി കണ്ടില്ലേ? ഇത് നിന്റെ ലാസ്റ്റ് വേർഡാണോ? ലാസ്റ്റ് വേർഡ് തന്നെ. നീ ഒന്നും കൂടെ. അപ്പൊ ഞാൻ പോക്കോട്ടെ? ശരി, നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. ഗുഡ് ബൈ. ഗുഡ് ബൈ. നീ ഒന്നുകൂടെ ആലോചിച്ചോ? ഇനി ആലോചിക്കാൻ ഒന്നുമില്ല. ശരി, പോക്കോട്ടെ? കുറെ നേരമായില്ലോ ഇങ്ങനെ പോണെന്ന് പറയാൻ തുടങ്ങിയിട്ട്. വേഗം പോണം. ശരി. കഴിച്ചോ? ഇവനാകെ ബോറടിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നല്ലോ. അല്ല, ഇവനിതോടെ പോന്നു.
ചിലപ്പോ രണ്ടും കൂടി പിണങ്ങി കാണും. ഇത് പതിവാ. കുറെ കഴിയുമ്പോ തിരിച്ചു വരും. നേരത്തെ പറഞ്ഞ പോലൊന്നും അല്ല ഇത്. ഞാനിത് തിരിച്ചു വരില്ല. സന്തോഷം. വണ്ടിക്കൂലിയൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ടല്ലോ ഇല്ലേ? എവിടെ വരെ പോകുന്ന എനിക്ക് അറിഞ്ഞൂടെ. രാവിലെ പാട്ടും പാടി സോപ്പിട്ട് വാ, ശരിയാക്കി തരാം. ഗുഡ് മോർണിംഗ് നീന. എവിടെ പാർട്ണർ? എഴുന്നേറ്റില്ലേ? വന്നില്ലേ ചായ? വന്നില്ലേ? ഇന്നലത്തെ കെട്ടിറങ്ങുമ്പോ താനേ വന്നോളും പാട്ടും പാടി. ഞാൻ അന്വേഷിക്കണോ? വേണ്ടി ചായ, നമ്മൾ എന്തിനാ അവനിത്ര വെയിറ്റ് കൊടുക്കുന്നത്? മൈൻഡ് ചെയ്യുന്നില്ലെന്ന് കണ്ടാ താനെ മാറിക്കോളും ഈ അസുഖം. ഓക്കെ ഓക്കെ, ഞാൻ വരട്ടെ. This is to inform you that the DD which you have promised to send last week has not yet reached. Hello? രഞ്ജി ഇതുവരെ വന്നിട്ടില്ല ചായ. എനിക്ക് പേടിയാവുന്നു. ഞാൻ അന്വേഷിക്കാം. മോള് ധൈര്യമായിട്ടിരിക്കും. എനിക്കൊരു പെണ്ണിനെ വിളയ്ക്കാൻ 10 മിനിറ്റ് മതി. വെറും 10 മിനിറ്റ്. ഇവളെ വെറും 1.5 മിനിറ്റ് കൊണ്ടാ ഞാൻ വളച്ചത്, അറിയോ? ഞാനൊന്ന് പുറത്തോട്ട് പോവാ. സേവിയറെ ഒന്ന് എന്നെ സെല്ലിൽ കോണ്ടാക്ട് ചെയ്യാൻ പറയണം. യെസ് സർ. നമ്മുടെ ബൈക്ക് കണ്ടെത്തിയ സ്ഥിതിക്ക് ഇനി സംശയിക്കാനൊന്നുമില്ല. അവൻ അവളെ ഉപേക്ഷിച്ച് പോയത് തന്നെയാ. ഛേ, ഞാനിനി ആ കുട്ടിയോട് എന്ത് സമാധാനം പറയും സേവിയർ? എവിടെ പോയി അന്വേഷിക്കും? എന്തെങ്കിലും ഒന്ന് പറയടോ. നമുക്ക് ഏതായാലും പോലീസിലൊന്ന് വിവരം അറിയിക്കാം. ഫോട്ടോ വല്ല കയ്യിലിരിപ്പുണ്ടോ? നീനയുടെ കൈ കാണും. എങ്കിൽ ഇനി ഒന്നും ചിന്തിക്കണ്ട. SI എനിക്ക് പരിചയമുള്ള ആളാ. എന്നാലും പോലീസിലൊക്കെ അറിയിക്കാന്ന് വെച്ചാൽ അറിയിച്ചില്ലേലേ അവസാനം നമ്മളകത്താവും. ഇതേ കേസ് പെൺവാണിപ്പോവാ, ഓർത്തോ. സാർ, ആ പെൺകുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് സഹിക്കുന്നില്ല സാറേ. ഞാനത് കാണുന്നില്ലെന്നാണ് പുഷ്കരന്റെ വിചാരം. എവിടെ പോയാൽ ഞാൻ ഇനി അന്വേഷിക്കേണ്ടത്? ആ ചെറുക്കന്റെ വീട്ടിലൊന്ന് അന്വേഷിച്ചാലോ? അതിനവന്റെ വീട് എവിടെയാ, നാട് എവിടെയാന്നൊക്കെ. കൊച്ചിയിലെ കോടീശ്വരനായ കോൺട്രാക്ടർ ചന്ദ്രശേഖര മേനോന്റെ ഏക മകൻ രഞ്ജിത്ത് മേനോൻ. എനിക്കിതിന്റെ വല്ല ആവശ്യമുണ്ടോ? യെസ്, കൊച്ചിയിലെ കോൺട്രാക്ടർ ചന്ദ്രശേഖര മേനോൻ. അതെ, അത് തന്നെ. കൊച്ചിയിലെ കോടീശ്വരനായ കോൺട്രാക്ടർ ചന്ദ്രശേഖര മേനോൻ ഞാൻ തന്നെയാ. എനിക്കൊരു സത്പുത്രൻ ഉണ്ടായിരുന്നു, രഞ്ജിത്ത് മേനോൻ. പക്ഷേ പണ്ടേ ഞാൻ അവനെ എഴുതി തള്ളിയതാ. അവനൊരു പെൺകുട്ടിയും കൊണ്ട് എന്റെ എസ്റ്റേറ്റിൽ വന്നിരുന്നു. എന്നിട്ട് അവളെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. എന്റെ സുഹൃത്തെ, ഞാൻ അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് തന്നെ ഈ കാര്യത്തിനാ. ദോഷം പറയരുതല്ലോ. അവൻ ഒരു കൊച്ചു ശ്രീകൃഷ്ണനാ. 10 മിനിറ്റ് മതി ഒരു പെങ്കൊച്ചിനെ വീഴ്ത്താൻ. ആദ്യമൊക്കെ പിള്ളേരല്ലേന്ന് വിചാരിച്ച് ഞാനതൊക്കെ ക്ഷമിച്ചു. പിന്നെ പിന്നെ ഓരോ അവളുമാരെ വീടിന്റെ മുന്നിൽ സത്യാഗ്രഹത്തിനായി വന്നാ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അവനെ ഞാൻ അങ്ങ് അടിച്ചിറക്കി, ചാണക വെള്ളവും തളിച്ചു. എന്താ സുഹൃത്തിന്റെ ആഗമനോദ്ദേശം? അവൻ പെണ്ണിനെ പിഴപ്പിച്ചെന്ന് പറഞ്ഞ് എന്റെ ഇന്ന് 2-3 വാങ്ങിക്കാനാണെങ്കിൽ അത് നടക്കുകയല്ല. അവൻ പിഴപ്പിച്ചെങ്കിൽ അവനോട് വാങ്ങിച്ചോണം. എനിക്ക് അതിൽ ഉത്തരവാദിത്വമൊന്നുമില്ല. മിസ്റ്റർ, മൈൻഡ് യുവർ വേർഡ്സ്. ഞാൻ നിങ്ങളുടെ കാശ് വാങ്ങാൻ വന്നൊന്നുമല്ല. നിങ്ങളുടെ മകന്റെ വരവും കാത്ത് കരഞ്ഞ് കണ്ണീര് പറ്റിയ ആ പാവം പെണ്ണെ സമാധാനിപ്പിക്കാൻ ഒരു വഴി തേടി ഇറങ്ങിയതാ. ഇപ്പോഴാ കഥയുടെ മറുവശം പൂർണ്ണമായത്. ഞാൻ വിശ്വസിക്കുന്ന ദൈവം ഉണ്ടെങ്കിൽ എന്തെങ്കിലും എന്റെ കയ്യിൽ പെടാതിരിക്കില്ല അവൻ.